നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സ്ഥലം മാറ്റിയതിലെ മനോവിഷമം. കണ്ണൂരിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു. ചിതയൊരുക്കി ഉദ്യോഗാർത്ഥി പ്രതിഷേധം. സമരം 36 ദിവസത്തിലേക്ക്. കുടുംബത്തെ സംരക്ഷിക്കണം, ഭാര്യയ്ക്ക് ജോലി നൽകണം. രാജേഷിന്റെ വീട്ടിലെത്തി പ്രതിപക്ഷ നേതാവ്. MDMA-യുമായി പിടിയിലായത് കോൺഗ്രസ് പ്രവർത്തകർ. അന്വേഷണം കൂടുതൽ പേരിലേക്ക്. കേന്ദ്രത്തിനെതിരെ അലയടിച്ച പ്രതിഷേധം. ജയിൽ നിറക്കൽ സമരത്തിൽ അണിനിരന്ന് പതിനായിരങ്ങൾ. എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി, മറ്റൊന്ന് വൈകി. കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സ്ഥലം മാറ്റിയതിലെ മനോവിഷമം. കണ്ണൂരിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു. ആരോഗ്യസ്ഥിതി മാനിക്കാതെ സ്ഥലം മാറ്റിയതിലുള്ള മനോവിഷമത്തെ തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു. ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴിക്കോട് വടകര മേപ്പയിലെ ശ്രീസയിൽ ആർ ദീപാലേഖ 52 മരിച്ചത്. പ്രശസ്ത നാടക സംവിധായകൻ സുരേഷ് ബാബു സിസ്തിയാണ് ഭർത്താവ്. സെഷൻ മാറ്റിയതിലെ മനോവിഷമത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലെ ക്ലർക്ക് നെല്ലിക്കട്ട അത്രക്കുഴിയിലെ ആശാലത കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്ഥലം മാറ്റത്തിലുണ്ടായ മനോവിഷമത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴഞ്ഞു വീണ് മരിച്ചത്. തിങ്കളാഴ്ച പകൽ 12:45 സംഭവം. ചൊക്ലി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിനെത്തിയ ദീപലേഖ സ്ഥലം മാറ്റം സംബന്ധിച്ചുള്ള പ്രയാസം പറയുന്നതിനിടെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. മുഖത്തടിച്ചു നിലത്തു വീണതിനാൽ മൂക്കിൽ നിന്നടക്കം ചോര വന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപും വൈസ് പ്രസിഡന്റ് KM സ്വപ്നയും ചേർന്ന് ഉടൻ തൊട്ടടുത്ത ചൊക്ലി മെഡിക്കൽ സെന്ററിലെത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി. നില ഗുരുതരമായതിനാൽ കണ്ണൂർ മിംസിലേക്ക് കൊണ്ടുപോയെങ്കിലും പകൽ 2 മരിച്ചു. 4 മാസം മുൻപാണ് ചൊക്ലി FSCയിൽ സ്ഥലം മാറിയെത്തിയത്. അപകടത്തിൽ കാലിന്റെ എല്ല് പൊട്ടി 2 മാസം കിടപ്പിലായിരുന്നു. തിരികെ ജോലിക്കെത്തിയെങ്കിലും നടക്കാൻ പ്രയാസമായിരുന്നു. ഇതിനിടയിലാണ് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത്. ഏതാനും ദിവസമായി സ്ഥലം മാറ്റിയതിന്റെ പ്രയാസത്തിലായിരുന്നു ദീപലേഖയെന്ന് സഹപ്രവർത്തകർ പറയുന്നു. കൂടുതൽ ദൂരം യാത്ര ചെയ്യേണ്ടതും ബസ്സുകൾ കയറുമ്പോഴുള്ള പ്രയാസവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് പങ്കുവച്ചിരുന്നു. രാഘവൻ ഡയാന പേൾ ദമ്പതികളുടെ മകളാണ്. മകൾ അമലു ലക്ഷ്മി എഞ്ചിനീയർ, സ്പൈനർ, മംഗളൂരു. സഹോദരൻ നിനീഷ് രാജ്. മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചയിലേക്ക് മാറ്റി. സംസ്കാരം നാളെ. നരഹത്യക്ക് കേസെടുക്കണം CPM. സ്ഥലം മാറ്റിയതിൽ മനംനൊന്ത് ചൊക്ലിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ നരഹത്യക്ക് അധികാരികൾക്കെതിരെ കേസെടുക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. UDF അനുകൂല യൂണിയൻ ഭരണത്തിന്റെ കണ്ണിൽ ചൊരയില്ലാത്ത ഇടപെടലിന്റെ ഇര കൂടിയാണ് കുഴഞ്ഞു വീണ് മരിച്ച ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ ദീപാലേഖ. സ്ഥലം മാറ്റം സംബന്ധിച്ച പ്രയാസം ചൊക്ലിയിൽ ജനപ്രതിനിധിയോട് സംസാരിക്കുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത്. അപകടത്തിൽ കാലിന്റെ എല്ലുപൊട്ടി 3 മാസം കിടപ്പിലായിരുന്നു ഇവർ. ഒരാഴ്ച മുമ്പാണ് ജോലിക്കെത്തിയത്. നടക്കാൻ പ്രയാസമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് UDF സംഘടനകളുടെ സമ്മർദ്ദത്തിൽ സ്ഥലം മാറ്റിയത്. രാഷ്ട്രീയ പ്രേരിതമായ 500-ലധികം സ്ഥലം മാറ്റം ആരോഗ്യവകുപ്പിൽ നടത്തി. നിരവധി പേരെയാണ് തലങ്ങും വിലങ്ങും മാറ്റിയത്. ഇതിനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം നിലനിൽക്കുന്നതിനിടെയാണ് ഈ മരണം. സ്ഥലം മാറ്റത്തിൽ മനംനൊന്ത് കാസർഗോഡ് സീനിയർ ക്ലർക്ക് ജീവനൊടുക്കിയത് കഴിഞ്ഞ ദിവസമാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഭരണാനുകൂല സംഘടനകളുടെ ഭീഷണിയിൽ ഡോക്ടർ കുഴഞ്ഞു വീണതും അടുത്ത ദിവസമാണ്. അധികാരത്തിന്റെ ഹുങ്കിൽ ജീവനക്കാർക്കെതിരെ എന്തുമാവുന്ന ധാരണ ഭരണവിലാസ സംഘടനകൾ വേണ്ടെന്നും രാഗേഷ് പറഞ്ഞു. ജീവനക്കാരുടെ മരണം ബഹുജന രോഷം ഉയരണം. DYFI. DMO ഓഫീസിലേക്ക് യുവജന മാർച്ച്. UDF സർക്കാരിന്റെ കണ്ണിൽ ചോരയില്ലാത്ത സ്ഥലം മാറ്റത്തിന്റെ ഇരയായ ചൊക്ലി ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപാലേഖയുടെ മരണത്തിൽ ബഹുജന രോഷം ഉയരണമെന്ന് DYFI ജില്ലാ സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞു. റെഡിയായി ഇരുന്നോളൂ, സ്ഥലം മാറ്റം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ ഉണ്ടാകുന്ന 2ാമത്തെ മരണമാണിത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു ജീവനക്കാരി ജീവനൊടുക്കി. പരിയാരത്ത് NGO അസോസിയേഷൻ നേതാക്കളുടെ ഭീഷണിയിൽ ഡോക്ടർ കുഴഞ്ഞു വീണ് ചികിത്സയിലാണ്. ഭരണാനുകൂല സംഘടനകളുടെ തേർവാഴ്ചയാണ് ഇപ്പോൾ സർക്കാർ ഓഫീസുകളിൽ. ജില്ലയിൽ 500-ലധികം പേരെ ആരോഗ്യവകുപ്പിൽ മാത്രം സ്ഥലം മാറ്റി. ഭരണാനുകൂല സംഘടനകളെ ലിസ്റ്റ് നോക്കിയാണ് നാട്ടിൽ പൊതുഭരണമെങ്കിൽ DYFI കാഴ്ചക്കാരായി നോക്കി നിൽക്കില്ല. ബഹുജനങ്ങളെ അണിനിരത്തി ഓഫീസുകൾ ഉപരോധിക്കുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് തന്നെ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഉപരോധിച്ചു. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിനെതിരെയും സ്ത്രീ സുരക്ഷാ പദ്ധതി തകർക്കുന്ന UDF സർക്കാരിന്റെ നയത്തിനെതിരെയും തദ്ദേശ സ്വയംഭരണ ഭരണാടിസ്ഥാനത്തിൽ CPM പ്രകടനവും പൊതുയോഗം നടത്തി. കണ്ണൂർ കോർപ്പറേഷനിൽ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. VK പ്രകാശിനി, ബീന തുടങ്ങിയവർ സംസാരിച്ചു. കൂടാളിയിൽ CPM നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും CPM ജില്ലാ കമ്മിറ്റി അംഗം MV സരള ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം E സജീവൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KC മനോജ്, PM സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. PP നൌഫൽ സ്വാഗതം പറഞ്ഞു. ചിത ഒരുക്കി ഉദ്യോഗാർത്ഥി പ്രതിഷേധം. സമരം 36 ദിവസത്തിലേക്ക്. സമരം 36 ദിവസം പിന്നിട്ടിട്ടും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകാത്തതിനെ പ്രതിഷേധം കടുപ്പിച്ച് LP ST
റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ നീതി വേണം, നിയമനം വേണം മുദ്രാവാക്യമുയർത്തി തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രതീകാത്മക ചിത ഒരുക്കി ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനമെന്നും അധികാരത്തിൽ വന്നാൽ ആദ്യം തന്നെ തങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ സർക്കാർ വഞ്ചിച്ചെന്നും നേതാക്കൾ പറഞ്ഞു. റാങ്ക് ഹോൾഡേഴ്സ് സമരസമിതി സെക്രട്ടറി വളർമതി 12 ദിവസമായി നിരാഹാരത്തിലാണ്. ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമായിട്ടും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരിക്കെ LPST റാങ്ക് ലിസ്റ്റുകാരുടെ ആവശ്യത്തിന് ആദ്യം പരിഹാരം കാണുമെന്നാണ് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത്. എന്നാൽ അധികാരത്തിൽ വന്ന ശേഷം മലക്കം മറിയുകയായിരുന്നു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ പുല്ലുതിന്നും നേരത്തെ പ്രതിഷേധിച്ചിരുന്നു. കുടുംബത്തെ സംരക്ഷിക്കണം, ഭാര്യയ്ക്ക് ജോലി നൽകണം. രാജേഷിന്റെ വീട്ടിലെത്തി പ്രതിപക്ഷ നേതാവ്. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച നേമം സ്വദേശി രാജേഷിന്റെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കണമെന്നും ഭാര്യയ്ക്ക് ജോലി നൽകുന്ന കാര്യം ഇനിയും നീട്ടിക്കൊണ്ടുപോകരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാജേഷിന്റെ കുടുംബം അനാഥമാകാൻ പാടില്ല. ഇത്തരം സംഭവങ്ങളിൽ നേരത്തെ സംസ്ഥാനം തീരുമാനിച്ച മാതൃകകൾ പിന്തുടരണം. അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി രാജേഷിന് എടുക്കേണ്ടി വന്ന കടങ്ങളുണ്ട്. അത് തിരിച്ചടയ്ക്കാൻ സർക്കാർ സഹായിക്കണം. ഭാര്യയ്ക്ക് ജോലി നൽകുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസവും ഏറ്റെടുക്കണമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. രാജേഷിന്റെ കുടുംബത്തെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജേഷിന്റെ മൃതദേഹത്തോട് അങ്ങേയറ്റത്തെ അനാദരവാണ് കാണിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമല്ല അത്. അപരന് വേണ്ടി ജീവൻ നൽകിയ മനുഷ്യനെ എല്ലാം മറന്ന് ആദരിക്കുന്ന സമൂഹമാണ് കേരളീയ സമൂഹം. എന്നാൽ നടന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നെന്നും പിണറായി വിജയൻ പറഞ്ഞു. PM മുഹമ്മദ് റിയാസ് MLA, വി ശിവൻകുട്ടി, വി ജോയ്, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. MDMA പിടിയിലായത് കോൺഗ്രസ് പ്രവർത്തകർ. അന്വേഷണം കൂടുതൽ പേരിലേക്ക്. കാസർഗോഡ് 7 ലക്ഷം രൂപ വിപണി മൂല്യമുള്ള 139.29 ഗ്രാം MDMA കോൺഗ്രസ് പ്രവർത്തകർ കാലിക്കളവിൽ പിടിയിൽ. എറണാകുളം പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശികളായ PA അബ്ദുൽ സലാം 27, KH മുഹമ്മദ് ഹുസൈൻ 28, PA അബ്ബാസ് 50 എന്നിവരാണ് പിടിയിലായത്. സജീവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും VD സതീശന്റെ അടുത്ത അനുയായികളുമാണ് അറസ്റ്റിലായത്. യൂത്ത് കോൺഗ്രസ് വെങ്ങോല പഞ്ചായത്ത് 142 ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് KH മുഹമ്മദ് ഹുസൈൻ. PA അബ്ദുൽ സലാം, PA അബ്ബാസ് എന്നിവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമാണ്. വെങ്ങോല പഞ്ചായത്തിലെ അറക്കപ്പടി മേഖലയിൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരാണ് ഇവർ. ബൂത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ മാരക മയക്കുമരുന്നുമായി പിടിയിലായ വിവരമറിഞ്ഞും കോൺഗ്രസ് നേതൃത്വവും അങ്കലാപ്പിലാണ്. പ്രതികൾ മുഖ്യമന്ത്രി VD സതീശനും വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കും ഒപ്പമുള്ള ചിത്രങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീങ്ങിയാണ്. നേതാക്കളുമായുള്ള പ്രതികളുടെ ബന്ധം ലഹരിക്കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമാണ് അന്വേഷിക്കുന്നത്. ഡാൻസ് ഓഫ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയിലാണ് പെരുമ്പാവൂരിൽ നിന്നും സ്വിഫ്റ്റ് കാറിൽ MDMA കാസർഗോഡേക്ക് പുറപ്പെട്ട സംഘം ജില്ലാ അതിർത്തിയിൽ പിടിയിലായത്. സംഘത്തെയും യാത്ര ചെയ്ത കാറും ചന്ദേര പോലീസിന് കൈമാറി. ചന്ദേര SI മനു P ചെറിയാനും സംഘവും നടത്തിയ പരിശോധനയിൽ മൂവരും കൈവശം വെച്ചതും കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്ന് കണ്ടെടുത്തതും ഉൾപ്പെടെ 4 പൊതികളിലായി 139.29 ഗ്രാം MDMA പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ മൂവരെയും റിമാൻഡ് ചെയ്തു. കേന്ദ്രത്തിനെതിരെ അലയടിച്ച് പ്രതിഷേധം. ജയിലിലിറക്കൽ സമരത്തിൽ അണിനിരന്ന പതിനായിരങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നടപടികൾക്കെതിരെ അലയടിച്ച് പ്രതിഷേധം. സംയുക്ത കിസാൻ മോർച്ചയുടെയും കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും ആഹ്വാനപ്രകാരമുള്ള ജയിലിലിറക്കൽ സമരത്തിൽ രാജ്യത്തെ കർഷകരും തൊഴിലാളികളും അണിനിരന്നു. തൊഴിലാളി വിരുദ്ധ തൊഴിൽ കോഡുകൾ റദ്ദാക്കുക, കാർഷിക വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത പ്രകാരമുള്ള താങ്ങുവില നിയമപരമായി ഉറപ്പാക്കുക, വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക, സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും തൊഴിലാളികൾക്ക് ക്ഷാമബത്ത ഉൾപ്പെടുത്തി കുറഞ്ഞ വേതനം പ്രതിമാസം 42,000 രൂപയായി വർദ്ധിപ്പിക്കുക, VBGRMG പദ്ധതിയും സ്വതന്ത്ര വ്യാപാര കരാറുകളും റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾ നവംബറോടെ ശക്തമാക്കാനാണ് സംയുക്ത കിസാൻ മോർച്ചയും കേന്ദ്ര ട്രേഡ് യൂണിയനുകളും പദ്ധതിയിടുന്നത്. 5 വർഷം മുമ്പ് നടന്ന ഐതിഹാസിക കർഷക സമരത്തിന്റെ അതേ തീവ്രതയിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനാണ് കിസാൻ മോർച്ചയുടെ തീരുമാനം. ഇതിന്റെ ആദ്യഘട്ടമാണ് ജയിൽ നിറക്കൽ സമരം. CITU ജനറൽ സെക്രട്ടറി എളമ്പരം കരീം കോഴിക്കോട് സമരം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ EP ജയരാജനും തിരുവനന്തപുരത്ത് TP രാമകൃഷ്ണനുമാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. അഖിലേന്ത്യാ കിസാൻ സഭ പ്രസിഡന്റ് അശോക് താവളെ മഹാരാഷ്ട്രയിലും ഫിനാൻസ് സെക്രട്ടറി P കൃഷ്ണപ്രസാദ് ഹരിയാനയിലും സമരത്തിൽ പങ്കെടുത്തു. CITU അഖിലേന്ത്യാ പ്രസിഡന്റ് സുദീപ് ദത്ത ഹരിയാനയിലുമാണ് പങ്കെടുക്കുന്നത്.
എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി, മറ്റൊന്ന് വൈകി. കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ വൈകിയതോടെ കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ഒരു എയർ ഇന്ത്യ വിമാനം റദ്ദാക്കുകയും മറ്റൊന്ന് വൈകിയതുമാണ് പ്രതിഷേധത്തിന് കാരണം. കണ്ണൂർ ദുബായ് എയർ ഇന്ത്യ വിമാനമാണ് റദ്ദാക്കിയത്. യാത്രക്കാർ ഇന്ന് രാവിലെ 6 വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് പല യാത്രക്കാരും വിമാനം റദ്ദാക്കിയ വിവരം അറിയുന്നത്. മെയിൽ, ഫോൺ സന്ദേശങ്ങൾ വഴി യാത്രക്കാർ നേരത്തെ അറിയിപ്പ് നൽകിയതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പറയുന്നത്. എന്നാൽ അത്തരത്തിൽ സന്ദേശം ലഭിച്ചിട്ടില്ലെന്നാണ് യാത്രക്കാർ അറിയിക്കുന്നത്. പ്രവർത്തനപരമായ ചില കാരണങ്ങളാലാണ് വിമാനം റദ്ദാക്കിയതെന്നാണ് വിമാന കമ്പനിയുടെ വിശദീകരണം. മസ്കത്തിൽ നിന്ന് എത്തേണ്ട വിമാനം അവിടെ നിന്ന് സമയത്ത് പുറപ്പെടാൻ കഴിയാത്തതാണ് കാരണം. റദ്ദാക്കിയ വിമാനത്തിൽ ടിക്കറ്റ് എടുത്തിരുന്ന യാത്രക്കാർക്ക് മറ്റൊരു വിമാനത്തിൽ യാത്ര ഒരുക്കുമെന്നും അല്ലാത്ത പക്ഷം പണം തിരികെ നൽകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. അതേസമയം 7:05 പുറപ്പെടേണ്ട കണ്ണൂർ തിരുവനന്തപുരം വിമാനം അനിശ്ചിതമായി വൈകി. ഉച്ചയ്ക്ക് 1:10 ഈ വിമാനം പുറപ്പെടുമെന്നാണ് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയത്. അബുദാബിയിൽ നിന്ന് എത്തേണ്ട വിമാനം വൈകി പുറപ്പെട്ടതിനാലാണ് കാലതാമസം ഉണ്ടാകുന്നതെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. യാത്ര മുടങ്ങിയതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. ഈ വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.